ഓം മഹാശിവസ്വരൂപ യോഗേശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്, കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ മുരുക ഭഗവാന് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും പറഞ്ഞു തരുകയുണ്ടായി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുരുക ഭഗവാന്റെ വേറൊരു പേരാണ് ആറുമുഖൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്നുള്ളത്. അതിൻ്റെ അർത്ഥമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആറുമുഖൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്നതിൻ്റെ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, ആറുമുഖമുള്ളവൻ. ഈ ആറുമുഖം എങ്ങനെയാണ് ഭഗവാൻ ഉണ്ടായത്? മഹാദേവന്റെ മൂന്നാം കണ്ണിൽ നിന്നുണ്ടായ അഗ്നികണങ്ങൾ അഗ്നിയും വായുവും ചേർന്ന് ശരവണ പൊയ്കയിൽ കൊണ്ടുപോയി. ഈ അഗ്നികണങ്ങൾ 6 ശിശുക്കളായി രൂപാന്തരപ്പെട്ടു. ഈ 6 ശിശുക്കളെയും കൃതികാ ദേവതമാർ എടുത്തു വളർത്തി. പാർവതി ദേവി അവസാനം ഈ 6 ശിശുക്കളെയും ചേർത്ത് ഒരു ബാലനായി മാറ്റി. 6 ശിശുക്കളും ഒരേ ശരീരത്തിൽ 6 മുഖങ്ങളോടെ ഒന്നായതുകൊണ്ടാണ് മുരുക ഭഗവാന് ആറുമുഖൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്ന പേര് വന്നത്. ഈ 6 മുഖങ്ങളും നമ്മുടെ 6 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സഹസ്രാരം ഒഴികെയുള്ള മൂലാധാരം തുടങ്ങി ആജ്ഞാചക്രം വരെ തുടങ്ങുന്ന 6 ചക്രങ്ങളെയും ഈ 6 മുഖം, ഭഗവാന്റെ ഈ 6 മുഖങ്ങളും പ്രതിനിധീകരിക്കുന്നു. ഈ 6 മുഖങ്ങൾക്കും 6 ഗുണങ്ങളുണ്ട്. ജ്ഞാനം, വൈരാഗ്യം, ശക്തി, ധൈര്യം, കരുണ, വിജയം എന്നിവയാണ് ഈ 6 ഗുണങ്ങൾ. അപ്പോൾ ഈ അറിവ് നിങ്ങളിലേക്ക് പകരുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരി ഓം തത്സത്.